നിയന്ത്രണം നഷ്ടമായ കാറ് കുളത്തിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോട്ടയം പള്ളിക്കത്തോടാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിച്ചത്. പള്ളിക്കത്തോട് ചെങ്ങളം സ്വദേശിയായിട്ടുള്ള ജെയിംസ് ബീന ദമ്പതികളുടെ മകൻ ജെറിൽ ജെയിംസ് എന്ന 19 വയസ്സുകാരനാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. ഇന്നലെ രാത്രി 8:15 ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഈ കാറിൽ ജെറിലും മാതാപിതാക്കളും അടക്കം 4 പേരാണ് യാത്ര ചെയ്തത്. ജെറിലും അച്ഛനും അമ്മയും ഒപ്പം ഡ്രൈവറുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനം പള്ളിക്കത്തോടിന് സമീപത്ത് വെച്ച നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ജലവിതരണ പദ്ധതിയുടെ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി വാഹനം കയറുപയോഗിച്ച് കെട്ടി നിർത്തുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ഈ ജെറിലിൻ്റെ മാതാപിതാക്കളെയും ഡ്രൈവറെയും വാഹനത്തിൽ നിന്ന് രക്ഷിച്ച് കരക്കെത്തിച്ചു. പക്ഷേ ജെറിലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ വാഹനം കെട്ടി നിർത്തിയിരുന്ന കയറ് പൊട്ടിപ്പോവുകയും വാഹനം വീണ്ടും കുളത്തിലേക്ക് താഴ്ന്നു പോവുകയുമായിരുന്നു. ആ 19 വയസ്സുകാരനെ രക്ഷിക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾക്ക് സാധിച്ചില്ല. പിന്നീട് പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും അടക്കം സ്ഥലത്തെത്തിയെങ്കിലും ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് ജെറിലിനെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. +2 പൂർത്തിയാക്കിയതിന് ശേഷം എൻട്രൻസ് പരിശീലനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ജെറിൽ. ആ സാഹചര്യത്തിലാണ് ഇന്നലെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ അതിദാരുണമായ ഒരു അപകടം സംഭവിച്ചത്. ജെറിലിൻ്റെ സഹോദരനെ ഇന്നലെ +1 അഡ്മിഷൻ എടുത്ത് അവിടെ റാന്നിയിൽ ഒരു സ്കൂളിൽ ചേർത്തതിന് ശേഷം ആ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിലാക്കിയതിന് ശേഷം ഈ കുടുംബം മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു അപകടം സംഭവിക്കുകയും 19-കാരന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ഈ വഴിയിലൂടെയാണ് ഈ വാഹനം എത്തിയത്. ഇത് മൂന്നുംകുടുന്ന ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് ഈ കുടുംബത്തിന് പോകേണ്ടിയിരുന്നത്. വാഹനം ഇടത്തേക്ക് തിരിഞ്ഞ് മുൻപോട്ട് പോകുന്നതിനിടയിൽ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ഭാഗത്തുകൂടി ഈ സമീപത്ത് കാണുന്ന കുളത്തിലേക്ക് കാറ് പതിക്കുകയായിരുന്നു. സംരക്ഷണ ഭിത്തിയോ ബാരിക്കേഡോ അത്തരത്തിലുള്ള യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഈ കുളത്തിനില്ല എന്നുള്ളത് വലിയൊരു ആരോപണമായി നാട്ടുകാരടക്കം ഇപ്പോൾ പറയുന്നുമുണ്ട്. അങ്ങനെ ഈ വാഹനം ഈ ഒരു ഭാഗത്തുകൂടി കുളത്തിലേക്ക് പതിക്കുന്നു. തൊട്ട് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ശബ്ദം കേട്ടുകൊണ്ട് ഇവിടേക്ക് ഓടിയെത്തുകയും കയ്യിലുണ്ടായിരുന്ന കയർ ഉപയോഗിച്ച് ഈ വാഹനം കെട്ടി നിർത്തുകയുമായിരുന്നു. ഈ സ്ഥലത്തുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വാഹനത്തിൻ്റെ മുൻസീറ്റിലിരുന്ന ജെറിലിൻ്റെ പിതാവിനെയും ഡ്രൈവറെയും അവർ ആദ്യം രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്നു. അതിനുശേഷം പിൻസീറ്റിലാണ് ജെറിലും മാതാവും ഇരുന്നത്. പിൻസീറ്റിലിരുന്ന മാതാവിനെയും അവർ രക്ഷിച്ച പുറത്തേക്ക് എത്തിച്ചു. അതിനുശേഷം അപ്രതീക്ഷിതമായി വാഹനം കെട്ടി നിർത്തിയിരുന്ന കയറ് പൊട്ടിപ്പോവുകയും കുളത്തിലേക്ക് താഴ്ചയിലേക്ക് വാഹനം വീണ്ടും താഴ്ന്നു പോവുകയുമായിരുന്നു. ഏതാണ്ട് 30 അടിയോളം ആഴത്തിൽ വെള്ളം കിടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പിന്നീട് നടത്തുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സും സ്കൂബ ടീമും അടക്കം 1.5 മണിക്കൂറോളം പരിശ്രമിച്ചതിന് ശേഷമാണ് ഈ ജെറിലിനെ കണ്ടെത്താൻ സാധിച്ചത്. ആ സമയം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ചെങ്ങളത്ത് താമസിക്കുന്നതാണ്. ഒരു പിറവത്താനംകാരാണ്. ചെങ്ങളത്ത് വന്നിട്ട് 3-4 മാസമായുള്ളൂ. ഒരു റാന്നി പത്തനംതിട്ട പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പം വന്ന വഴി കയ്യൂരിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് കയറി വന്ന വഴിക്ക് ഇവിടെ ഒരു വളവും ഒരു 3 കൂടി കവലയാണ്. തൊട്ട് താഴെയാണ് ഈ കുളം ഉള്ളത്. തിരിഞ്ഞു വന്ന വഴിക്ക് വണ്ടി നേരെ കുളത്തിലേക്ക് പോവുകയായിരുന്നു. കുളത്തിൽ 40 അടി താഴ്ചയോളം വെള്ളം കിടപ്പുണ്ട്. അതിൽ ആദ്യം വണ്ടി വീണപ്പം തന്നെ അത് ഇവിടെ ഉണ്ടായിരുന്ന കടയിലെ ഒരു ചേട്ടനാണ്, ചേട്ടൻ, അവർ കയറൊക്കെ ഇട്ട് കൊടുത്ത് 3 പേരെ രക്ഷിച്ചു. അന്നേരത്തിന് പൂർണ്ണമായിട്ട് വണ്ടി മുങ്ങിപ്പോവുകയായിരുന്നു വെള്ളത്തിലേക്ക്. ഡോറ് തുറന്ന് മുങ്ങിപ്പോവുകയായിരുന്നു. അപ്പം 40 അടി താഴ്ചയോളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് അവിടെ എത്തിച്ചെല്ലാൻ പറ്റില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, കുളമാണ്. അത് കുടിവെള്ള പദ്ധതിയൊക്കെയുള്ള ഒരു കുളമായിരുന്നു. അപ്പം അതിന് ഈ സൈഡ് സംരക്ഷണ ഭിത്തി അങ്ങനെയുള്ളതൊന്നുമില്ല, കുളത്തിനുമില്ല, റോഡിനുമില്ല. ഇവിടെ 2 അതിഥി തൊഴിലാളികളുണ്ടായിരുന്നു. അവരാണ് ഇത് ആദ്യം ചാടിയത്. അവർ ചാടി വണ്ടി കെട്ടി നിർത്തി. പക്ഷേ ആ കെട്ടി നിർത്തിയത് സാധാ ഇവിടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ കയറ് വെച്ചായിരുന്നു. പക്ഷേ അത് വീണ്ടും പൊട്ടിപ്പോയി വീണ്ടും ആഴങ്ങളിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ടാണ് 19 വയസ്സുകാരനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അയാളെ അകത്ത് കുടുങ്ങിപ്പോവുക എന്തോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്കൊന്ന് ഇത് വരായിരുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി. പോലീസ് എത്തി. അത് കഴിഞ്ഞൊരു 8:45 ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സ് വന്നിട്ട് അവരുടെ ഇവിടെ വെട്ടോ ഒന്നുമില്ല, ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പോസ്റ്റേ പോലും ഒരു ലൈറ്റില്ല. അപ്പം അവരുടെ ഒരു ജനറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ജനറേറ്റർ പോലും വർക്കാകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി. ലാസ്റ്റ് പള്ളിക്കത്തോട് പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു. എത്തിയിട്ട് അവരുടെ ഒരു ടോർച്ച് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരിവിടെ വന്നത്. ഇവിടെ നാട്ടുകാരാണ് ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഇതിലെ വന്ന ആൾക്കാരെയും ബൈക്കുകാരെയും എല്ലാം പിടിച്ചു നിർത്തിയാണ്
ഈ സംഭവം അവർ 3 പേരെ രക്ഷിച്ചതിന് വീണ്ടും വണ്ടി ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോവുകയാണ്. ഈ കുളത്തിനോട് ചേർന്നുള്ള ഈ ഒരു പ്രദേശത്ത് റോഡിൽ വഴിവിളക്ക് പോലും ഇല്ല എന്നൊരു ആരോപണം നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നലെ അപകടം സംഭവിച്ചതിന് ശേഷം വെളിച്ചം ഇല്ലാതിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് പോലും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചൊരു കുളമാണിത്. പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംരക്ഷണ ഭിത്തിയോ ബാരിക്കേഡോ പോലും സ്ഥാപിക്കാത്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് എന്നൊരു ആരോപണം കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും 19 വയസ്സ് മാത്രം പ്രായമുള്ള ജെറിൽ ജെയിംസ് എന്ന വിദ്യാർത്ഥിക്കാണ് ഇന്നലെ ഉണ്ടായ ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.